ജസ്റ്റ് ജസ്റ്റ് നമുക്ക് പുറത്ത് പോയിട്ട് ഇങ്ങോട്ടൊക്കെ നല്ല സൺസെറ്റ് കാണാൻ മേല. നല്ല സൺസെറ്റൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് കറങ്ങിയിട്ട് വരാം. കോർണിഷിലൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കുക, മൂടൊക്കെ ഒന്ന് മാറും. സ്റ്റേ എടാ പട്ടി വിളിയേക്കടാ. ജസ്റ്റ് ജസ്റ്റ് വാ. ജസ്റ്റ് പോകുന്നുണ്ടോ പുറത്ത്? എവിടെയെങ്കിലും പോ. ജസ്റ്റ് ഒരു ഷോർട്ട്സ് എടുത്തിടുക, ഒരു ടീഷർട്ടും മാറുക. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് സമയം കളയല്ലേ ജസ്റ്റ്. സാക്ഷ എനിക്ക് ഈവനിങ്ങിലൊന്ന് ഒത്തിരി ദിവസം ഒന്ന് പുറത്ത് പോയിട്ട്. ആ ജോലിക്ക് പോകുന്നല്ലേ? ആ പോയിട്ട് വരാം. പിന്നെ എനിക്ക് ഇച്ചിരി സാധനം കുക്കിങ്ങിനുള്ളതൊക്കെ വാങ്ങിക്കണം. ഇനി വല്ല ഇനി 2-3 ദിവസം അവധിയാണല്ലോ അല്ലേ? ഇനി ജസ്റ്റ് മോൻ്റെ കുക്കിംഗ് ഇവിടെ. ജസ്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി UAE ഗവൺമെൻറ് 4 ദിവസം അവധി തന്നിട്ടുണ്ട്. ഞാനിരുന്ന് സുഖിക്കും, ജസ്റ്റ് കുക്ക് ചെയ്യും. ഒരു തോരൻ, ഒരു മെഴുക്കുവരട്ടി, എന്തെങ്കിലും ഒരു മോര് ഒരു കാച്ചിമോരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി കേട്ടോ. അയ്യോ ജസ്റ്റ് എൻ്റെ ദൈവം, ഈ മിണ്ടാമൂലയുടെ ജീവിതം ഞാൻ തൊലച്ച് കളഞ്ഞത് ദൈവം. ജസ്റ്റ് വാ, എഴുന്നേക്കാം, നമുക്ക് പുറത്ത് വിട്ടരാം. ജസ്റ്റ് അല്ല, ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും കേട്ടോ. എന്നെ വെറുതെ മൂച്ച് പിടിപ്പിക്കാൻ അറിയാലോ എന്നെ. ജസ്റ്റ് വാ. ജസ്റ്റ് എഴുന്നേക്ക്. വാ. നമുക്ക് സൺസെറ്റിന് മുമ്പ് പുറത്ത് പോകാന്നാ പറഞ്ഞ, അല്ല സൺറൈസിന് മുമ്പ് പുറത്ത് പോകാന്നല്ല പറഞ്ഞത്. സ്കൂളിന്റെ കാര്യം വളിച്ച തമാശ നീ വിട് ജസ്റ്റ് മോനെ. അങ്ങനെ ജസ്റ്റിയുടെ കൈയും കാലും പിടിച്ച് ഒരു വിധത്തിൽ ജസ്റ്റിയും കൊണ്ട് പുറത്തിറങ്ങി കേട്ടോ. ജസ്റ്റിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും ഇഷ്ടമില്ല, എനിക്കാണെങ്കിൽ പുറത്തൊന്നും വീടിനകത്ത് കയറുന്നതും ഇഷ്ടമില്ല. നല്ല കോമ്പിനേഷൻ അല്ലേ? ഞാൻ പിന്നെ വിചാരിച്ചേ, നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരാഴ്ചയായില്ല കേട്ടോ. നാട്ടിലൊക്കെ പോയിട്ട് വന്നെങ്കിലും പുറത്തൊന്നും അധികം ഇറങ്ങിയൊന്നുമില്ല. പിന്നെ വീടിനകത്തിരുന്നാൽ എപ്പോഴും ഒരു മൂഡ് ഓഫും മിണ്ടാതിരിക്കുക. പുറത്തിറങ്ങി ഒന്ന് ചില്ലൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റിയും കൊണ്ട് നിർബന്ധിച്ച് പുറത്തിറങ്ങിയത്. പിന്നെ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിക്കാൻ പോയിട്ട് എത്ര നാളായി അങ്ങനെ പുറത്ത് പോകാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയി നിന്നത് നമ്മുടെ സിറ്റി മക്കാനിയിലാണ് കേട്ടോ. ഇന്നാളെ യൂട്യൂബിന് എനിക്ക് ആരോ കമൻറ്റ് ചെയ്തായിരുന്നു സിറ്റി മക്കാനിയിലെ ചായ നല്ലതെന്ന്. ശരിയാ, ഞങ്ങൾ കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ചായ മാത്രമല്ല അവിടുത്തെ കടി അടിപൊളിയാണ്. അങ്ങനെ ചായയുടെ 2-4 പഴംപൊരിയും വാങ്ങിച്ചു കേട്ടോ. സത്യം പറഞ്ഞ് ഇന്ന് പകൽ വീട്ടിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഷോപ്പിംഗ് മോളിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങാൻ പോയാലോന്നേ. പിന്നെ വിചാരിച്ചു ഞാൻ കറങ്ങാൻ പോയ ജസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നിട്ട് ജസ്റ്റ് പിന്നെ മടിയും പിടിച്ച് വീട്ടിൽ കുത്തിയിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ജസ്റ്റിയും കൊണ്ട് കറങ്ങാൻ പോകുന്നു. അതാ പിന്നെ ലേറ്റ് ആയത്. കൊച്ചും സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു വാ നമുക്ക് കറങ്ങാൻ പോകുന്നു. പിന്നെ നമുക്കിവിടെ ആകെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കറക്കമല്ലേ ഉള്ളൂ. അങ്ങനെ സിറ്റി മക്കാനിലെ ചായയൊക്കെ കുടിച്ചു. ജസ്റ്റിയും കൊണ്ട് വീടിൻ്റെ പുറത്തിറങ്ങാനേ പാടുള്ളൂ കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് ചായ കുടിച്ചിട്ട് തിരിച്ച് വരാമെന്നാണ്. പക്ഷേ ജസ്റ്റ് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, കാരിഫോർ വരെയൊക്കെ ഒന്ന് പോകുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മെറീന മോളിൽ പോയി കേട്ടോ. നോക്കിയാൽ പോകുന്ന വഴി മൊത്തം എന്തോ രസമാണ്. ഇനിയിപ്പോൾ UAE നാഷണൽ ഡേ അല്ലേ, അതിൻ്റെ സെലിബ്രേഷനും അതിൻ്റെ ഡെക്കറേഷനും ഒക്കെയാണ്. ശരിക്കും നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഈ സമയത്തൊക്കെ പുറത്തൂടെ പോകാനായിട്ട് എന്താ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ക്ലൈമറ്റും നല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ നൈറ്റിൽ പോകാനല്ല ഇഷ്ടം, എനിക്ക് ഈവനിങ്ങിൽ പോകാനാണ് ഇഷ്ടം. പക്ഷേ വീട്ടിൽ 2 എണ്ണത്തിനെയും കൊണ്ട് ഉരുട്ടിപ്പെറുക്കി നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, എന്നതാണേലും ഈ സമയവും അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതിൽ ഉച്ചയാകുമ്പോൾ തൊട്ട് നമ്മൾ ഉരുട്ടേണ്ടി വരും ഈവനിങ്ങിൽ പോകണേൽ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. ഇത് കണ്ടാൽ നൈറ്റ് ഒന്നും തോന്നത്തില്ലല്ലേ. ഇനി വേറൊരു ദിവസം വേണം ഈവനിങ്ങിൽ ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് ആ കോർണിഷിൻ്റെ അവിടെ പോയിരിക്കാൻ. നല്ല രസമായിരിക്കുമല്ലേ ഈ ക്ലൈമറ്റിൽ, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ പോയിരിക്കാൻ. ഇച്ചിരൂടെ കഴിയുമ്പോൾ മുടിഞ്ഞടപ്പാവും, അതിന് മുമ്പ് വേണം പോയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ മെറീന മോളിൽ ചെന്നു കേട്ടോ. പിന്നെ മെറീന മോളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം പോകുന്ന ഷോപ്പ് ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. മാർക്ക് ആൻഡ് സ്പെൻസർ. അവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടോ ഈ ഒരു കേക്ക് കണ്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പണ്ട് ഈ കല്യാണത്തിനൊക്കെ ആദ്യം ഇങ്ങനത്തെ കേക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളോർക്കും ഫുൾ ഐസിങ് ആണേ, അതിൻ്റെ ടോപ്പിൽ മാത്രം എന്ന് മീൻസ് അതിൻ്റെ പുറത്ത് മാത്രമേ കാണത്തുള്ളൂ ഐസിങ്. ആ ഐസിങ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഇപ്പോഴത്തെ കൂടെ ഐസിങ് ഒന്നുമില്ല കേട്ടോ, മുഴുവൻ പഞ്ചസാര കട്ടിയായിരിക്കും. പക്ഷേ നമ്മുടെ ചെറുപ്പത്തിലേക്ക് അത് തിന്നാനായിട്ടുള്ളൊരു കൊതി. ശരിക്കും പറഞ്ഞാൽ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ മാത്രമേ ഉള്ളൂ കേക്ക്, താഴോട്ട് മുഴുവൻ തടിയായിരിക്കും. എന്നാലും ആ ഒരു ടൈപ്പ് കേക്ക് ഇത് കേട്ടോ. ഇത് ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. സത്യം പറഞ്ഞാൽ കുറച്ച് ഇന്നോവർ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ലോ കേട്ടോ. അവിടെ നല്ല പ്രൊമോഷൻ കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. നല്ല മെറ്റീരിയലാണ് അവിടുത്തെ,
നല്ല സാധനമാണ് മാർക്ക് ആൻഡ് സ്പെൻസറിലെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താ പറയുന്നത്, വെറുതെ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒന്നും പോയി കൊടുത്ത് കാശ് കളയണ്ട, ഇവിടെ സെയിലൊക്കെ ഉള്ളപ്പോൾ പോയി വാങ്ങിച്ചാൽ മതിയെന്ന്. എന്നോട് കുറേ പേര് വീഡിയോയ്ക്കകത്തൊക്കെ ചോദിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന നൈറ്റ് ഗൗൺ നൈറ്റ് ഡ്രസ്സൊക്കെ ഇവിടുത്തെയാണ്. അതൊക്കെ ഇതേ ഇവിടുത്തെയാണ്, ഈ മാർക്ക് ആൻഡ് സ്പെൻസറിലെ. എന്താ ഭംഗിയല്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്തിടാൻ തോന്നും. അങ്ങനെ കുറച്ച് സാധനമൊക്കെ നോക്കി. അത് തന്നെയല്ല, ഇനിയിപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് ഒത്തിരി എന്താ പറയുന്നത്, ചോക്ലേറ്റ്സും ക്രിസ്മസിൻ്റെ സാധനങ്ങളും കേക്ക്സും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. പ്രത്യേകിച്ച് മാർക്ക് ആൻഡ് സ്പെൻസറിൽ അവിടെ എന്താ പറയുന്നത്, ഫ്രൂട്ട് പ്ലം കേക്ക് വരും ഇപ്പം. ഫ്രൂട്ടല്ല, ഐസ്ഡ് പ്ലം കേക്ക്. അത് നോക്കാൻ വേണ്ടിയിട്ടും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുമാണ് പോയത്. അങ്ങനെ മാർക്ക് ആൻഡ് സ്പെൻസറിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ സ്കെച്ചേഴ്സിൽ പോയി കേട്ടോ. ജെയ്ഡുവിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഷൂ നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജെയ്ഡുവിനല്ല, ജെസ്സിക്കായിരുന്നു ഷൂ കൊച്ചിന് വാങ്ങിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. ജെയ്ഡുവിന് സത്യം പറഞ്ഞാൽ വെറുതെ ഷൂ വാങ്ങിക്കുന്ന, എത്ര ഷൂ ഉണ്ടെങ്കിലും പുള്ളി ക്രോക്സിൻ്റെ ഒരു ഷൂ ഇട്ട് നടക്കത്തേ ഉള്ളൂ. ഷൂ അല്ല, ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ്. അതാകുമ്പോൾ നനയ്ക്കുകയും വേണ്ട കഴുകുകയും വേണ്ടെന്ന് പറഞ്ഞ പോലെ എപ്പോഴും ആ ഒരൊറ്റ സാധനമേ ഉള്ളൂ. ഷൂ വെറുതെ വാങ്ങിച്ച് കാശ് കളയേണ്ടെന്ന് ഞാൻ പറഞ്ഞ, പക്ഷേ ജസ്റ്റിക്ക് അതിനേക്കാളിലും ഭ്രാന്ത്. എന്തോ മെഗാ ക്രാഫ്റ്റോ അങ്ങനെ എന്തോ പേര് പറഞ്ഞു കേട്ടോ. എനിക്കിതൊക്കെ ഒരു ഷൂ, അത്രേ എനിക്കറിയത്തുള്ളൂ. പക്ഷെ അവർക്കിത് ഷൂ അല്ല, ഇത് മെഗാ ക്രാഫ്റ്റ്. അത് ഇതിനൊക്കെ പേരുണ്ടെന്ന് പിന്നല്ലേ നമ്മൾ മനസ്സിലാകുന്നത് അല്ലേ. മെറീന മോള് മൊത്തം ഇങ്ങനെ എന്താ പറയുന്നത്, നാഷണൽ ഡേയുടെ പ്രമാണിച്ച് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എവിടെ ചാടി കയറി കാണും, ലെവിസ്. ഞാൻ വിട്ടിട്ടില്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഡെനിമിൻ്റെ ഒരു ജാക്കറ്റ് നോക്കി നടക്കുവാന്ന്. ഇതുവരെ എനിക്കത് കിട്ടിയില്ല. എന്നോട് ആരാണ്ടൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇന്നിടത്ത് കിട്ടും, അവിടെ കിട്ടും, എന്താ പറയുന്നത്, ബാർകോഡ് കിട്ടും എന്നൊക്കെ. ബാർകോഡിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ രണ്ടിടത്തെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ലെവിസും ഒന്നും മാർക്ക് ആൻഡ് സ്പെൻസറും. അവന്മാർ രണ്ടും ഇതുവരെ ഡിസ്കൗണ്ട് ഒന്നും വലിയായിട്ട് തരാത്തത് കൊണ്ട് എന്നും പോയി ഞാൻ ഇട്ട് നോക്കും, ഊരി വെച്ചിട്ട് പോരും. ഈ പാവം പിടിച്ച് എന്നെ ഇങ്ങനെ ആശിപ്പിക്കുന്നതിനൊരു പരിധി വേണ്ട അല്ലേ. അങ്ങനെ അവിടെ എല്ലാം കയറി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഐസ്റ്റൈലിൽ പോയി. ജയശ്രീയുടെ വാച്ച് ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ എയർപോർട്ട് വെച്ച് താഴെ വീണ് പൊട്ടിയൊരു പരുവായി. പിന്നെ അത് ശരിയാക്കുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കാരിഫോറിൽ കയറി. ഇപ്പോൾ അവിടെ വൈറ്റ് ഫ്രൈഡേയുടെ ഭയങ്കര പ്രൊമോഷൻ നടക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ടൊരു അയൺ ബോക്സ് വേണം. ഈ വീട്ടിൽ ജോലിക്കാരുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അവരേറ്റവും കൂടുതൽ താഴെ ഇട്ട് പൊട്ടിക്കുന്ന ഒരു സാധനമായിരിക്കും നമ്മുടെ അയൺ ബോക്സ്. നമ്മുടെ വീട്ടിൽ എനിക്കൊന്ന് ഒരു വർഷം കുറഞ്ഞത് ഒരു 3 അയൺ ബോക്സ് മിനിമം വാങ്ങിക്കും. ഈയിടെ വാങ്ങിച്ചതല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പിന്നെ നമ്മുടെ അയൺ ബോക്സ് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അയൺ ബോക്സ് മസ്റ്റ് ആയതുകൊണ്ട് ഒരു അയൺ ബോക്സൊക്കെ നോക്കി. അത് കഴിഞ്ഞത് ഈ ഒരു സാധനം കണ്ട്, ജെംസിൻ്റെ. ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചുപോയി. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊരെണ്ണം മൊത്തത്തോടെ വാങ്ങിച്ച് തിന്നണമെന്ന്. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ ആഗ്രഹമൊക്കെ പോയി കേട്ടോ. അതിപ്പോൾ ജെംസ് എന്നല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എന്ത് എടുത്താലും, അതിപ്പോൾ ഒരു മാങ്ങയാണെങ്കിലും നമ്മൾ എത്ര പേരുണ്ടോ അവർക്കെല്ലാം നമ്മൾ മുറിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അല്ലേ. ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കാരിഫോറിൽ ഫിഷിൻ്റെ സെക്ഷനും കൂടെ കുറേ നടന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫിഷൊക്കെ ഉള്ളത് പോയി കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഫിഷിൻ്റെ ഒക്കെ വില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സാമനൊക്കെ 36 ഉള്ളൂ. എന്തായിരുന്നു, ഒരു സാമനല്ല, kg. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. ഒന്ന് സാമൻ, പിന്നെ എൻ്റെ ഫേവറേറ്റ് മീൻ റെഡ് സ്നാപ്പർ ഇഷ്ടമാണ്, പിന്നെ എൻ്റെ ഫേവറേറ്റ് മീനാണ് നമ്മുടെ ഹമൂർ. അങ്ങനെ കുറച്ച് മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ളതും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മീനുണ്ട് കേട്ടോ. ഏതാണെന്ന് പറയട്ടെ, നമ്മുടെ കിങ് ഫിഷ്, നെയ്മീൻ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല മീൻ. എനിക്കൊന്ന് ജസ്റ്റിക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമില്ലാത്തൊരു മീനാണ്. അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ സാധാരണ പ്രവാസികൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു മീനാണ് അതല്ലേ. എനിവേ, മീനിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ്, ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, ചുമ്മാ തെണ്ടിൽ തിരിയൽ എന്ന് പറയാം. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു. സത്യം പറഞ്ഞാൽ പോരുന്ന വഴിക്ക് എനിക്കൊരു കോഫിയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷേ ചായ കുടിച്ചതല്ലേ ഉള്ളൂ, ഇനിയും ജസ്റ്റിയുടെ കോഫി വേണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്നെ കുരിച്ച് നിർത്തി കൂപ്പിലിടിക്കും. അപ്പോൾ ശരി, പോയിച്ച് വരാം.